യുദ്ധത്തിനും സംഘർഷത്തിനുമെതിരെ സമാധാനത്തിൻ്റെ ഈസ്റ്റർ സന്ദേശം നൽകി റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. പലസ്തീനിലും ജർമ്മനിയിലും സ്വീഡനിലും അടക്കം നിരവധി രാജ്യങ്ങളിൽ യുദ്ധത്തിനെതിരെ ഈസ്റ്റർ റാലി നടന്നു. ക്യാൻസർ രോഗബാധിതനായ ചാൾസ് രാജാവ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുത്ത വിവരവും വരുന്നു. ഈ അവസരത്തിൽ പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. പി പി ജെയിംസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമാകട്ടെ ഇന്ന്. ഓൾറെഡി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ലോകത്തിന് മുഴുവൻ ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ സന്ദേശമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നത്. പ്രത്യേകിച്ച് ഉക്രൈനിലും ഇസ്രായേൽ ഹമാസ് യുദ്ധവും നടക്കുന്നതിനിടയിലാണ് യുദ്ധത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സന്ദേശം നൽകിയിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ. നിരന്തരമായിട്ട് യുദ്ധം നിർത്തണമെന്നും വെടിനിർത്തൽ വേണമെന്നും പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നൊടുക്കരുതെന്നും വളരെ കർശനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ മനസാക്ഷിയായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പങ്കെടുത്തുകൊണ്ട് ഈസ്റ്ററിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈസ്റ്റർ വിജിലിൽ മെഴുകുതിരി കത്തിച്ച് മാർപ്പാപ്പ പകർന്നു നൽകിയ മെഴുകുതിരി ആ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ മുഴുവൻ ജനങ്ങളുടെയും ഇടയിൽ അത് പ്രകാശം പരത്തുന്ന രീതിയിലേക്ക് ഒരാൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച അവിടെ കൊളോസിയത്തിൽ നടന്ന പ്രദക്ഷിണം, നഗരത്തിലെ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഈസ്റ്ററിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടിയായിരുന്നു. കാരണം അനാരോഗ്യം അലട്ടുന്നുണ്ട്. വീൽ ചെയറിലാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രത്യാശയുടെ തിരുനാൾ എന്നാണ് പറയുന്നത്, ദ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ്. കാരണം മരണത്തിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതൽ എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്ററിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ക്രൈസ്തവ വിശ്വാസത്തിലുള്ളത്. അതുകൊണ്ട് ഈസ്റ്റർ ലോകമെമ്പാടും ആചരിക്കുന്നത്. അതിനിടയിൽ SKN വളരെ പ്രധാനപ്പെട്ടൊരിതുള്ളത്, പാലസ്തീനിലെ ക്രിസ്ത്യാനികളടക്കം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ റാലികൾ നടത്തി. ക്രൈസ്തവർ മാത്രമല്ല, മറ്റു മതസ്ഥരുമുണ്ട്. പ്രത്യേകിച്ച് സ്വീഡനിൽ 10,000-കണക്കിന് ആൾക്കാരാണ് അണിനിരുന്നത്. അതുപോലെ ജർമ്മനിയിൽ അതിൽ ഇസ്രായേലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. യൂറോപ്പ് ഇസ്രായേലിനെതിരെ തിരിയുന്നു. പാലസ്തീൻ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്പിൽ വരെ ഉയർന്നത്. കാരണം വംശഹത്യ അരുത് ആൻഡ് ഈസ്റ്റർ പീസ് റാലി എന്ന പേരിലാണ് അവർ റാലികൾ സംഘടിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വല്ലാത്ത വികാരമായി ഉണരുന്നു. കാരണം ഈസ്റ്റർ ദിനത്തിൽ ദുഃഖവെള്ളിയാഴ്ചയിൽ ഒക്കെ ആക്രമണങ്ങൾ നടക്കുന്നു, ആൾക്കാർ കൊല്ലപ്പെടുന്നു. അതിനെതിരെ ലോകമെമ്പാടുമുള്ള മനസാക്ഷി ഉയരുന്നു. ഒപ്പം തന്നെ SKN ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ക്യാൻസർ ബാധിതനാണ്. ഈ പെസഹ വ്യാഴം അടക്കമുള്ള പള്ളിയിലെ ചടങ്ങുകളിലൊന്നും അധികം പങ്കെടുത്തിരുന്നില്ല. താൻ വളരെ ദുഃഖിതനാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുക്കുന്നുവെന്ന വാർത്ത ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വരുന്നുണ്ട്. അവിടുത്തെ സമയം അനുസരിച്ച് ഈസ്റ്റർ ഇത് വരുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. SKN ജെയിംസ്, ഈ ലെബനൻ അതിർത്തിയിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ 3 UN നിരീക്ഷകർക്ക് പരിക്കേറ്റു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. SKN ദുഃഖവെള്ളിയും ഈസ്റ്റർ ദിനവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തടസ്സമാവുന്നില്ല. ഇപ്പോൾ ഇസ്രായേലും ലെബനനും തമ്മിൽ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെബനൻ റോക്കറ്റ് അയക്കുന്നു, തിരിച്ച് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു, ഡ്രോണുകൾ അയക്കുന്നു. അവർ അയച്ച അവരുടെ ആക്രമണത്തിൽ, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ ലെബനോൻ അതിർത്തിയിൽ നിരീക്ഷണം നടത്തിയിരുന്ന 3 ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷകർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്ത വന്നു. അതിനെതിരെ ഐക്യരാഷ്ട്രസഭ വളരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ 3 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന് തന്നെയാണ് വരുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ 10,000-ങ്ങൾ പങ്കെടുത്ത റാലി നടന്നു. ബന്ദികളെ മോചിപ്പിക്കാത്തതിൽ, അതുപോലെ തന്നെ യുദ്ധം നിർത്താത്തതിലൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നു. എന്ന് മാത്രമല്ല, ജനക്കൂട്ടം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നു. അതിനിടയിൽ SKN അമേരിക്ക ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്. ഒരു ഭാഗത്ത് അവർ UN-ലടക്കം ഇസ്രായേൽ വെടിനിർത്തൽ വേണമെന്നുള്ള തരത്തിൽ പറയുകയും, പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ആയുധ ശേഖരം ഇസ്രായേലിന് കൊടുക്കാൻ തീരുമാനിക്കുക, അത് കൊടുക്കുകയും ചെയ്തു എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1800 MK-84 ബോംബുകൾ. അതിൻ്റെ തൂക്കം, ഒരു ബോംബിൻ്റെ തൂക്കം 2000 പൗണ്ടാണ്.
1800 എണ്ണം നൽകിയിരിക്കുന്നു. അതുപോലെ യുദ്ധവിമാനങ്ങളടക്കം നൽകിയിരിക്കുന്നു. ഇത് വല്ലാത്ത തരത്തിലുള്ള ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിന് മേലുള്ള സമ്മർദ്ദം അല്പം ഫലിക്കുന്നുണ്ട്. കൈറോയിൽ ഇന്ന് മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ട്. ഇസ്രായേലും ഹമാസും ലോകത്തിലെ മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ, പ്രത്യേകിച്ച് ഖത്തർ, അത് ഈജിപ്റ്റ്, അമേരിക്കയൊക്കെ ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷയുള്ളത്. SKN. ജെയിംസ്, ഈ യുക്രൈൻ യുദ്ധത്തിലും ഈസ്റ്റർ ദിനമൊന്നും ഒരു പ്രശ്നമായിട്ടില്ല. റഷ്യയുടെ മിസൈൽ വർഷം യുക്രൈനിൽ ഉണ്ടായി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കിട്ടിയോ? SKN, ഇസ്രായേൽ ഹമാസ് ഇവിടെ മാത്രമല്ല, അതുപോലെ തന്നെയുള്ള കാര്യം തന്നെയാണ് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനിൽ വല്ലാത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. കാരണം എല്ലാ നഗരങ്ങളിലും ആക്രമണം നടത്തി. അതുപോലെ തന്നെ മിസൈൽ വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100-ലേറെ മിസൈലുകളും ഡ്രോണുകളും അയച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈനിൽ ഡോണറ്റ്സ്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ ഷെല്ലുകളുടെ പ്രയോഗം തന്നെ നടത്തി. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഒരുപക്ഷെ പരാജയ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉക്രൈനിൽ വലിയ അഴിച്ചുപണിക്ക് തയ്യാറായിരിക്കുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇനി ഇവരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. വല്ലാത്ത തിരിച്ചടി വരുന്നു. നേരത്തെ വിജയിച്ചു കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ തിരിച്ചടി നേരിടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വേണ്ടത്ര ആയുധം ലഭിക്കുന്നില്ല. ഇസ്രായേലിന് കൊടുത്ത ആയുധം ഉക്രൈന് കിട്ടിയിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്പം ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യുക്രൈൻ യുദ്ധം വീണ്ടും കൂടുതൽ ശക്തമാകുന്നു. അവിടെ ഈസ്റ്റർ ആഘോഷത്തിനിടയിലാണ് ബോംബുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റർ പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നതെങ്കിലും ഈസ്റ്റർ ദിനത്തിൽ മാറി നിൽക്കാൻ റഷ്യ തയ്യാറാവുന്നില്ല, ഉക്രൈനും തയ്യാറാവുന്നില്ല. വ്ളാഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ട്, അവർക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ മണിക്കൂറുകളിൽ. SKN. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി VP ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.